കാട്ടുമൃഗശല്യമുണ്ടോ? എങ്കിൽ അതിന് പരിഹാരവുമുണ്ട്. നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണമൊരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ്. കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു. മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ. ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽസ് സോളാർ ഫെൻസിംഗ്, കിള്ളിമംഗലം, ചേലക്കര. ഫോൺ 9744151556 8086216686. വെങ്ങാനല്ലൂർ യോഗ പ്രചാരക സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. വെങ്ങാനല്ലൂർ NSS കരയോഗം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് യോഗ പ്രചാരക സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ജൂൺ 21 യോഗാ ദിനമായി ആചരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2014 യുനെസ്കോയിൽ പോയി നടന്ന ഒരു ചർച്ചയിലാണ് യോഗയുടെ പ്രസക്തി ലോകം മുഴുവൻ എത്തിക്കണമെന്ന അടിസ്ഥാനത്തിൽ യോഗാ ദിനം ജൂൺ 21 എടുക്കാൻ തീരുമാനിച്ചത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ നോർത്ത് സ്പിയർ എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും കൂടിയ നീണ്ട ദിവസമാണ്. ഒരു കൊല്ലത്തിൽ വരുന്ന ഏറ്റവും നീണ്ട ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും യോഗയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ, ഏറ്റവും കാര്യപ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ വർഷത്തെ യോഗ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ യോഗാ ദിനം കടന്നു പോകുന്നത്. ലോകം മുഴുവനും ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട് മനുഷ്യനെ കൊന്ന് രാജ്യങ്ങൾ പരസ്പരം ആക്രമിച്ച് വീണ്ടും ഒരു ലോകയുദ്ധം വരുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് ഇന്നൊരു യോഗാ ദിനം നമ്മളെ തഴുകി കടന്നു പോകുന്നത്. എല്ലാ രോഗത്തിൻ്റെയും കാരണം ഇത്തരം ആശങ്കയാണ്, അല്ലെങ്കിൽ സ്ട്രെസ്സാണ്, ടെൻഷനാണ്. യോഗ ഒരു ഔഷധമല്ല, ഒരു മരുന്നല്ല. പക്ഷേ എല്ലാ രോഗങ്ങളെയും നല്ലൊരു ഡോക്ടർ എപ്പോഴും ചെയ്യുന്നത് രോഗത്തിന് കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികന്മാർ, ഇന്ന് നമ്മളെല്ലാം ഇന്ന് കണ്ടുപിടിച്ചത് ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. അന്ന് അവർ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു ഫോണിൽ നമ്പർ വിരലമർത്തിയാൽ ലോകം മുഴുവൻ തൻ്റെ കൽക്കീഴിലാണ് ധരിക്കുന്ന ഒരു പുതിയ സമൂഹം പലപ്പോഴും യാഥാർത്ഥ്യത്തെയും ചരിത്രത്തെയും മറന്നുകൊണ്ട് കടന്നു പോകുന്നു എന്നതാണ് ഈ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ശാപം. യോഗയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യോഗ കൃത്യമായി ചെയ്യുക, അത് ഔഷധമല്ല എന്ന് പറയുമ്പോഴും എല്ലാ രോഗത്തിൻ്റെയും മരുന്നാണ് യോഗ. കാരണം എല്ലാ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ടെൻഷൻ ഉണ്ടാവുകയുള്ളൂ. ടെൻഷനാണ് പല രോഗത്തിനും കാരണം. ഇന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾക്ക് ഏക പ്രതിവിധി സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുക. അതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ ശരീരത്തെ നിയന്ത്രിക്കുക. യോഗ ഈ രണ്ടിനും വ്യക്തമായ ഉത്തരം നൽകുന്നു. യഥാർത്ഥത്തിൽ യോഗയുടെ ഏറ്റവും വലിയ പ്രസക്തി ഇന്ത്യയിലാണെങ്കിലും ഇന്ന് യോഗ ആചരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത്, നടത്തപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അതിന് വലിയ പ്രസക്തി. യുണൈറ്റഡ് നാഷനിൽ ഇന്ന് ഏകദേശം 11,000-ഓളം അംഗങ്ങൾ പങ്കെടുത്ത ഒരു റാലി നടക്കുകയുണ്ടായി. ഏകദേശം 11 കിലോമീറ്ററോളം ജനീവയിൽ വെച്ച്. നമ്മളെല്ലാം നാളത്തെ പത്രങ്ങളിൽ വായിക്കും കഴിയുന്നു. ഏകദേശം 16 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ ആ യോഗയ്ക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമുക്കറിയാം. ഏതായാലും ഞാൻ പ്രസംഗിച്ച് നീട്ടുന്നില്ല. യോഗയെ സംബന്ധിച്ചിടത്തോളം അത് ശീലിച്ചു കഴിഞ്ഞാൽ, അതൊരു ചര്യയായി കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും മാത്രമല്ല ഒരു ആത്മീയ ഭാവം കൂടി അതിനകത്ത് നമുക്ക് കൈവരിക്കാൻ കഴിയും. പ്രത്യേക ജാതി വർഗത്തിനൊന്നും യോഗ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ തുടർച്ചയായി യോഗ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരത്തിനും എല്ലാം വലിയൊരു മാറ്റം വരികയും അതിലൂടെ പൂർണ്ണ ആരോഗ്യം വരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഏതായാലും ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അല്ലെങ്കിൽ കാര്യമായ പ്രസക്തിയൊന്നും യോഗയ്ക്ക് ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ആചാര്യൻ മധു മാസ്റ്റർ ഇവിടെ ഒരു യോഗ തുടങ്ങാമെന്ന് ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്നെയും വിനോദിനെയും സംസാരിക്കുകയുമായി ചെയ്തത്. തീർച്ചയായും ഞങ്ങളെല്ലാം വളരെ കാലം ആഗ്രഹിച്ച, ഞാനും വിനോദിനും നിരവധി പ്രാവശ്യം സംസാരിക്കാറുണ്ടായിരുന്നു, ഇവിടെ യോഗ തുടങ്ങണമല്ലോ. നമ്മളെല്ലാം വളരെ ടെൻഷനിലാണ്. വിനോദ് ഞാനൊക്കെ ഈ പൊതുപ്രവർത്തകരായാലും ശരി, ബിസിനസ്സുകാരായാലും ശരി, നിരവധി ടെൻഷനെ അതിജീവിച്ചുകൊണ്ട് നിരന്തരം കടന്നു പോകും. ദിവസം വരായാലും ശരി. ജോലിക്കൊക്കെ വളരെയധികം ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇപ്പോൾ എല്ലാ തരത്തിലും പണ്ട് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാലം മാറുന്നതോറും സാങ്കേതികവിദ്യ അല്ലെങ്കിൽ സയൻസ് വളരെ വികസിക്കുന്നതോറും മനുഷ്യൻ്റെ സ്ട്രെസ്സ് കൂടുകയാണ്, ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. എത്രമാത്രം സമയം കിട്ടിയാലും നമ്മൾ
നമ്മൾക്കൊന്നും സമയം തികയുന്നില്ല. ഓടി ഓടി നമ്മളിവിടെ അവസാനം എത്തുന്നത് ശാന്തമായ ഒരു നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ വാരി പിടിച്ചതും എത്തിപ്പിടിച്ചതൊക്കെ എല്ലാം പോകാം എന്ന ധാരണയിലാണ് മനുഷ്യൻ ഇന്ന് ഓരോ ദിവസവും കാലത്ത് ഉണരുന്നത് തന്നെ. പക്ഷെ അതിനെല്ലാം ഒരു മാറ്റം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞാൽ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മനുഷ്യന് മോചനം കിട്ടും. അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യം പിന്തുടരണം. ചില കാര്യം സംബന്ധിച്ചോട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് 3ാമത്തെ വർഷമാണ് തോന്നുന്നത്. അല്ലെങ്കിൽ 3ാമത്തെ വർഷമായി ഈ യോഗ ഒരു മുടക്കവുമില്ലാതെ നടത്തുവാൻ കഴിഞ്ഞു. വളരെയധികം സഹകരിച്ച ഇവിടുത്തെ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളായ മെമ്പറുണ്ട്, പിന്നെ മെമ്പർക്കും വിദ്യാർത്ഥികളും അറിയും. നിങ്ങൾ ഏറ്റവും ഉദാഹരണം മെമ്പറെ നോക്കൂ, മെമ്പറുടെ ആ ശാരീരിക രീതി നിങ്ങൾ നോക്കൂ. ഞാൻ ഏറ്റവും എല്ലാവരോടും പറയുന്ന ഉദാഹരണം നമ്മുടെ മെമ്പറെ കണ്ടുപിടിക്കാനാണ്. വലിയ മാറ്റം മെമ്പർക്ക് വന്നിരിക്കുന്നു. ചില വിദ്യാർത്ഥികൾ എത്ര പഠിച്ചാലും നേരാവില്ല, അത്ര ആളുകൾ നമ്മുടെ കൂടുതലുണ്ട്. ഏതായാലും നമ്മുടെ സിജി മെമ്പർ ഇത്ര കുട്ടൻ്റെയൊക്കെ ഷേപ്പ് ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് തുടരാൻ കഴിഞ്ഞില്ല. കാരണം വ്യക്തിപരമായ കാരണങ്ങളാൽ എൻ്റെ 2 കള്ളവരലുകൾ ജോയിന്റ് സ്പേസ് കമ്മിയായതുകൊണ്ട് എനിക്ക് തുടർന്ന് പോകാൻ കഴിഞ്ഞില്ല. യോഗ ചെയ്യാൻ പറ്റും. എന്നാലും ഇന്നും തുടർന്ന് ഈ നിമിഷം വരെയും എന്നാൽ കഴിയുന്ന യോഗയുമായി കൂട്ടിയിടക്കിക്കൊണ്ടുള്ള ചില എക്സസൈസ് ദിനവും ഞാൻ ചെയ്തു വരുന്നു. വലിയ രീതിയിൽ വെയിറ്റ് നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ടെൻഷൻ കുറയ്ക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ കൂടുതൽ വിളിച്ചു നിട്ടത്. എല്ലാവർക്കും ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും സർവേശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യോഗ പ്രചാരക സമിതി അംഗം വിനോദ് പന്തലാടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇന്ന് ലോകമെങ്ങും എല്ലാ കേന്ദ്രങ്ങളിലും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറുകളും യോഗ അവതരണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തലത്തിലും പ്രൈവറ്റ് തലത്തിലും എല്ലാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ യോഗ ക്ലാസ്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ യോഗാ ദിനം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഗീത ഉണ്ണികൃഷ്ണനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗ പ്രചാരക സമിതിയുടെ അധ്യക്ഷനും യോഗ ക്ലാസ്സിലെ വിദ്യാർത്ഥിയുമായ ശ്രീ ഗോപി ചക്കുന്നത്ത് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗാധ്യാപകൻ, നമ്മുടെ യോഗാചാര്യൻ മധുമാഷെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗ പ്രചാരക സമിതി അംഗവും 5ാം വാർഡ് മെമ്പറുമായ ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യം 6:30 തന്നെ പരിപാടി തുടങ്ങുമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് കുറച്ച് വൈകിയത്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ആശാമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും യോഗ അഭ്യസിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ പേര് മാഷയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ പുതിയൊരു ബാച്ചും കൂടി തുടങ്ങാം എന്ന ഒരു തീരുമാനം മാഷ് ഇന്ന് എടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, എല്ലാവരും യോഗ അഭ്യസിക്കണം. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ തന്നെ സുഖവും അതുപോലെ ആശ്വാസവും, നമ്മുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും നമുക്ക് ഈ യോഗ സഹായിക്കും. അത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. യോഗാചാര്യൻ മധു ആമുഖ പ്രഭാഷണം നടത്തി. കാരണം ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 11 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗോപിയേട്ടൻ, മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ, വിനോദ് പന്തലാടി, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യോഗ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഒരു വലിയൊരു ക്ലാസ്സിന് എടുക്കാനുള്ള ഞാൻ മുതിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് ഇതിൽ പകുതി മുക്കാൽ ആൾക്കാർ കേട്ട് കഴിഞ്ഞു ഒരു പരിധി വരെ എങ്കിലും യോഗയെക്കുറിച്ച് 2 വാക്കെങ്കിലും പറയാതെ വയ്യ. യോഗ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്യന്താപേക്ഷിതമായിരിക്കുന്ന, ഗോപിയേട്ടൻ പറഞ്ഞ പോലെ ഒരു മരുന്നല്ലെങ്കിലും ഒരു മരുന്ന് കൂടി തന്നെയാണ് യോഗ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിൽ മാത്രമല്ല മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനാണ്. കാരണം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ ചികിത്സയ്ക്ക് കൂടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ ആ യോഗം ഒരു പരിധി വരെ 90% നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനാണ്. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ അതുകൊണ്ട് തന്നെയാണ് യോഗ ചിത്തവൃത്തി നിത്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത്
ചിത്തവൃത്തി നിരോധക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോവ്യാപാരങ്ങളെ തടയുക ആദ്യം. അതാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ യോഗസൂത്രത്തിൽ ആദ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യോഗ കർമ്മസ്സു കൗശലം എന്ന് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. കർമ്മസ്സു കൗശലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയിലുള്ള സാമർഥ്യം, നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള സാമർഥ്യം. അപ്പോൾ യോഗയുടെ പ്രാധാന്യം എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ, ഈ രണ്ട് വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ കൂടുതലായി ഇതിനെ ദീർഘിപ്പിച്ച് നമ്മുടെ ഈ വലിയ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ വർഷവും ഇവിടെ വിപുലമായ രീതിയിൽ യോഗ പരിപാടി ആസൂത്രണം നടത്തി വരാറുണ്ട്. ഇപ്രാവശ്യം കാലാവസ്ഥ മോശമായതുകൊണ്ട് ചെറിയ തടസ്സം നമുക്ക് നേരിട്ടിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പകുതി പേരെങ്കിലും എത്തിയ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ യോഗ ക്ലാസ്സിൽ ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ 2014 UNGA വെച്ച്, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ട് യോഗയെപ്പറ്റി മഹത്തായി സംസാരിക്കുകയും ആ വേളയിൽ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഇതൊരു അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റ് രാഷ്ട്രങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും 2014 ഡിസംബർ 11 വീണ്ടും കൂടിയ ഐക്യരാഷ്ട്രസഭയിൽ 193 രാജ്യങ്ങൾ, ഈ സഭയിൽ കൂടിയ 193 രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പുവെക്കുകയും അവിടെ വെച്ച് പ്രധാനമന്ത്രിക്ക് വാക്കുകൊടുക്കുകയും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആദ്യമായി തന്നെ ഇതിന് പ്രഖ്യാപനം നടത്താൻ സഹായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് യോഗാ ദിന ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയകൃഷ്ണൻ പള്ളിക്കര നന്ദി പറഞ്ഞതോടുകൂടി ചടങ്ങ് സമാപിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.